ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പയറിനെ പറ്റിയാണ്. അതായത് നമ്മളെ മീറ്റർ പയർ ഒത്തിരി ടേസ്റ്റ് കൂട്ടുന്ന നമ്മളെ അടുക്കളത്തോട്ടത്തിൽ വളരെ നിസ്സാരമായിട്ട് വളർത്തിയെടുക്കാവുന്ന എയും വിറ്റാമിൻ സിയും അയണും ഷും അങ്ങനെ ഒത്തിരി വിറ്റാമിനുകൾ അടങ്ങിയ ഒരു പയറാണ് ഇത് വളരെ ടേസ്റ്റായ പയറാണ്. കൂടാതെ നമുക്ക് ഒരു 4-5 പയർ മതി ഒരു സാധാരണ ഒരു ചെറിയ കുടുംബത്തിന്. അതായത് ഈ പയറിന് മീറ്റർ പയർ എന്ന് തന്നെ പേര് വരാൻ കാരണം 1 മീറ്ററോളം നീളമുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റായ ഒരു പച്ചക്കറിയാണ് നമ്മളെ ഈ മീറ്റർ പയർ. ഇതെങ്ങനെ നമുക്ക് നമ്മളെ നിസ്സാരമായ ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിൽ എങ്ങനെ നട്ടുപിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ ടെറസിൽ ഞാൻ വെച്ചിരുന്ന ഒരു മീറ്റർ പയറാണ്. പക്ഷേ ഇതിന് ഞാൻ നല്ല രീതിക്കുള്ള പരിചരണം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതായത് ഈ ടെറസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഈ ടെറസിൽ നിന്നുള്ള ഗ്രോ ബാഗെല്ലാം ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ പറമ്പിലോട്ടായി കൃഷികളെല്ലാം. അപ്പോൾ അതാണ് വീഡിയോ ഇടാനും ലേറ്റായി പോകുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ വളർത്തിയെടുത്ത പയറാണ്. എന്നാലും എനിക്ക് നല്ല രീതിക്ക് തന്നെ അത്യാവശ്യത്തിനുള്ള പയർ പിടിപ്പിച്ചു കഴിഞ്ഞു. കൂടാതെ എനിക്ക് നല്ല രീതിക്കുള്ള ഒരു പയർ തോട്ടം വച്ച് പിടിപ്പിക്കാനുള്ള വിത്തുകളും കിട്ടി. അപ്പം ഞാൻ ഇതിന് തന്നെ വിത്തുകളെടുത്ത് പയർ തോട്ടം എങ്ങനെ നട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് ഈ പയറിൽ നിന്ന് തന്നെ ഞാൻ വിത്തുകൾ എടുക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പയർ കൃഷിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് പയറിൽ ആദ്യം തന്നെ നല്ല വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. സുമന്ത്, പിന്നെ റോക്കറ്റ്, ഇങ്ങനെ 1-2 ഇനം വിത്തുകൾ നല്ല ഇനത്തിൽ നല്ല രീതിക്ക് ഈൽഡ് തരുന്ന വിത്തുകളാണ്. അങ്ങനത്തെ വിത്തുകൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ തോട്ടത്തിൽ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന വിത്തുകൾ എടുത്താലും മതി. നമുക്ക് നല്ല രീതിക്ക് നമ്മളെ ചെറിയ അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പയർ നമുക്ക് തന്നെ കൃഷി ചെയ്ത് എടുക്കാം. കൂടാതെ കൊച്ചു കുട്ടിയൊക്കെ സ്കൂളിൽ ഒക്കെ കുഞ്ഞു വാവയൊക്കെ ചോറിന് കൊടുത്തയക്കാനും പറ്റിയ ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ മീറ്റർ പയർ. അതായത് വീട്ടിൽ നമ്മളെ വാവകൾ കഴിച്ചില്ലെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ മിസ്സിനെയൊക്കെ പേടിച്ച് അവർ കഴിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ചോറിന് കൂടെ കൂട്ടാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പച്ചക്കറി കൂടെയാണ് നമ്മളെ മീറ്റർ പയർ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ, നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിൽ നിന്ന് വിത്തെടുക്കുകയോ നമ്മൾ വിത്ത് വാങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പയർ കൃഷിയിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒന്നുണ്ട്. അതായത് റൈസോബിയം ബയോ ഫെർട്ടിലൈസർ. അതായത് അതൊരു ബാക്ടീരിയയാണ്. അത് പുരട്ടി നമ്മൾ വിത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഒത്തിരി രീതിക്കുള്ള ഈൽഡ് കിട്ടുന്ന ഒന്നാണ്. അതിനു വേണ്ടിയാണ് റൈസോബിയം ബയോ ഫെർട്ടിലൈസർ നമ്മൾ ഇതിൽ പുരട്ടിയിട്ട് നമ്മൾ വിത്ത് ഏത് ബാഗിലാണോ നമ്മൾ മാക്സിമം നമ്മൾ പടർത്തി നട്ടുപിടിപ്പിക്കാവുന്ന നമ്മളെ ചെടികളും നമ്മൾ ഏത് പാത്രത്തിലാണോ നടുന്നത് അതിൽ തന്നെ നട്ടുപിടിപ്പിച്ച് കൊടുക്കുക. അതിൽ തന്നെ വിത്ത് കിളിർപ്പിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മറ്റുള്ള ഇതിൽ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലൊക്കെ നട്ടുപിടിപ്പിക്കാം. എന്നിരുന്നാലും നമ്മൾ ഏത് പാത്രത്തിലാണോ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇതിനോട് നട്ടുപിടിപ്പിക്കുക. എന്നാൽ അതിൽ നിന്ന് നേരെ വേഗത്തിൽ തന്നെ അതിൻ്റെ വളർച്ച കാണുകയും അതിനെ നമുക്ക് പന്തലിൽ കയറ്റി നമുക്ക് ഇതുപോലെ നല്ല രീതിക്കുള്ള പയർ വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം, പേപ്പർ ഗ്ലാസ്സിലൊക്കെ വെച്ച് നട്ടുപിടിപ്പിക്കാം. പക്ഷേ അതിൻ്റെ റൂട്ടിനൊക്കെ എന്തെങ്കിലും പൊട്ടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് തന്നെ മൊത്തത്തിൽ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഏത് പാത്രത്തിലാണോ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഇതിനോട് വിത്ത് കുത്തി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ റൈസോബിയം കൾച്ചർ നമ്മൾ ഈ പ്ലാന്റിൽ ഈ വിത്തിൽ പുരട്ടി ഇതിനോട് നട്ടു കൊടുക്കണമെന്ന് പറയുന്നത് ഈ പ്ലാന്റിന് കൂടുതലായിട്ടും വേണ്ടുന്ന ഒരു മൂലകമാണ് നമ്മുടെ നൈട്രജൻ. അത് അന്തരീക്ഷത്തിൽ നിന്നും തന്നെ ആ നൈട്രജൻ നമ്മൾ ഈ റൈസോബിയം കൾച്ചറിൽ നിന്ന് അതൊരു ബാക്ടീരിയ. അപ്പോൾ അത് ഈ പ്ലാന്റിന് അത്യാവശ്യമായ നൈട്രജൻ കണ്ടൻറ്റ് വന്ന് കിട്ടും. അതിനാണ് റൈസോബിയം കൾച്ചർ ഉപയോഗിക്കണമെന്ന് പയർ കൃഷിയിൽ പറയുന്നത്. അത് നമുക്ക് നമ്മളെ അടുത്തുള്ള ഉരക്കടയിലോ നഴ്സറികളിലോ കിട്ടും. നൈട്രജൻ ഒരു ബയോ ഫെർട്ടിലൈസർ പോലെ ഇരിക്കും. അത് നമുക്ക് പുരട്ടി
ഇതിനോട് ഏത് പാത്രത്തിലാണോ നമ്മൾ നടുന്നത് അത് നട്ടുപിടിപ്പിക്കാം. പിന്നെ വന്ന് ഈ പയറിന് വന്ന് ഒത്തിരി അസുഖങ്ങൾ ഇങ്ങനെ വരും. അതായത് എൻ്റെ പയറിനും അത് ബാധിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഈ പയറിൻ്റെ ഈ ചെവട് വന്ന് വേഗത്തിൽ ഉണങ്ങി കരിഞ്ഞത് നശിച്ചു പോകും. പിന്നെ വന്ന് പ്രധാനമായിട്ട് നമ്മളെ മീറ്റർ പയറിൽ സംഭവിക്കുന്ന ഒന്നാണ് നമ്മളെ ഇത് ഇലപ്പേൻ എന്ന് പറയുന്ന നമ്മളെ മുഞ്ഞ. അതിനായിട്ട് നമുക്ക് ഈ പയറിനോട് നീറുണ്ടല്ലോ അതിന് കയറ്റി വിട്ട് കൊടുക്കാം. അവരത് നമുക്ക് അതുപോലെ നമ്മുടെ എല്ലാ കൃഷിയിലും ഉപയോഗിക്കുന്ന വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്ത് രോഗം വരുന്നതിന് മുൻപേ തന്നെ ഇത് നമുക്ക് തടഞ്ഞ് നിർത്തി കൊടുക്കണം. അതിന് വേണ്ടി നേരത്തെ തന്നെ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം വന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പയർ നമുക്ക് തന്നെ നല്ല രീതിക്ക് വിളവെടുക്കാം സാധിക്കും. കൂടാതെ ഇത് നമ്മുടെ ഇതുപോലത്തെ പയർ നമ്മളൊരു ചെറിയ കുടുംബത്തിന് ഒരു 10 പയറുണ്ടെങ്കിൽ 3 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ധാരാളമാണ്. പിന്നെ കൊച്ചു കുഞ്ഞു വാവയ്ക്കൊക്കെ നമുക്ക് ചോറ് കിട്ടാനായിട്ട് ചോറിൽ ഒരു കറിക്കായിട്ട് ഉപയോഗിക്കാനും പറ്റിയ ഒരു പയറാണ് നമ്മളെ മീറ്റർ പയർ. ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെറിയ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ തന്നെ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ വെച്ച് കൃഷി ചെയ്ത് നമുക്കതിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിക്ക് കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ് നമ്മളെ മീറ്റർ പയർ. അപ്പം ഇതിന് ഞാൻ നല്ല രീതിക്കുള്ള പരിചരണം എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ കൃഷികളൊക്കെ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറമ്പിലോട്ട് മാറ്റിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ മാറ്റുന്ന എനിക്കിതിനോട്ട് നല്ല പരിചരണം കൊടുക്കാൻ സാധിച്ചില്ല. എന്നാലും അത്യാവശ്യത്തിന് കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഇതുകൊണ്ട് നമുക്ക് അവർ കുറച്ചൊക്കെ വിളവ് തന്നിരുന്നു. അങ്ങനെ കുറച്ച് ഇത് എല്ലാം ഉണങ്ങി വിത്തുകളായി. അപ്പം ഇതിൽ നിന്ന് തന്നെ ഞാൻ അടുത്ത് എൻ്റെ പറമ്പിലോട്ട് ഒരു ചെറിയ പയർ കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് പയർ കൃഷിയിൽ നമ്മൾ വിത്ത് കിളിർപ്പിക്കാൻ വച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് വേഗത്തിൽ വളരും. നല്ല വിത്തുകളാണെങ്കിൽ അത് വളരും. പിന്നെ അത് വളർന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പന്തലിൽ കയറ്റി വിട്ട് കൊടുക്കാം. അപ്പോൾ പന്തലിൽ കയറ്റി വിട്ട് കൊടുക്കുന്ന സമയത്ത് അത് പന്തലിൽ തഴച്ച് വളരുന്ന സമയത്ത് അതിൻ്റെ നാമ്പിനെ നമ്മളിങ്ങനെ നുള്ളിക്കൊടുക്കാം. കാരണം അങ്ങനെ നുള്ളിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡുകളിൽ നിന്നും ഒത്തിരി ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് അവർ വേഗം തന്നെ പന്തലിൽ കയറി നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് തരുന്ന ഒരു കൃഷി കൂടിയാണ് നമ്മുടെ പയർ കൃഷി. അതായത് മഴക്കാലത്ത് നമുക്ക് പ്രധാനമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മളെ വീട്ടിലെ നിസ്സാരമായി നമുക്ക് കിട്ടുന്ന അടുപ്പ് കത്തിക്കുന്ന ചാരം. കണ്ടോ, ഈ ചാരം ഒരു സ്പൂൺ അളവ് ചുവട് നീക്കി നമുക്ക് ഇതിനോട് അടുപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലുപൊടി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ പയർ നല്ല രീതിക്ക് പൂക്കൾ പിടിക്കുകയും അതിൽ നിന്ന് നല്ല രീതിക്ക് വിളവ് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു കൃഷിയും കൂടെയാണ് നമ്മുടെ മീറ്റർ പയർ. പ്രത്യേകിച്ച് ഈ പയർ ഒത്തിരി ടേസ്റ്റ് ഉള്ളതും പിന്നെ വന്ന് കാൽഷ്യം ഒത്തിരി അടങ്ങിയ ഒരു പച്ചക്കറി കൂടെയാണ്. എല്ലാവരും ഈ കൃഷി അവരവരുടെ വീട്ടിൽ ഒരു 5 മൂടെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. നല്ല ഒരു പച്ചക്കറിയാണ് നമ്മുടെ മീറ്റർ പയർ. പിന്നെ നമുക്ക് എപ്പോഴും മീറ്റർ പയർ നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇതുപോലത്തെ പയർ നമുക്ക് വിളവെടുക്കണമെങ്കിൽ നമ്മുടെ എല്ലാ മാസവും തന്നെ ഇത് വച്ച് കിളിർപ്പിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പയർ പറിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാ മാസത്തിലും നമ്മൾ ഒരു 5 മൂടെങ്കിലും നടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി കൂടെയാണ് നമ്മുടെ മീറ്റർ പയർ. പിന്നെ നമ്മൾ പച്ച ചാണകം പുളിപ്പിച്ചതിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള വളങ്ങൾ നമുക്ക് തന്നെ ഇട്ട് ഇതിനെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നമ്മുടെ മീറ്റർ പയർ കൃഷി. അടുക്കളത്തോട്ടത്തിൽ അടുത്തൊരു ചെറിയ പയർത്തോട്ടം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വിത്ത് തന്നെ സെലക്ട് ചെയ്യാം. ഉണങ്ങിയ എൻ്റെ പയറിലുണ്ടായ വിത്തുകൾ തന്നെ. അപ്പോൾ ഇവരെ തന്നെ ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. കാരണം അടുത്ത് വരെ നമുക്കൊരു പയർത്തോട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വിത്തിനായിട്ട് പുറത്ത് പോകേണ്ട നമ്മളെ പയർ ചെടിയിൽ കിട്ടിയ വിത്ത് തന്നെ നമുക്ക് അടുത്ത കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് കൂടിയ ഒരു പയർ കൂടെയാണ്. വിത്തിനായിട്ട് എടുക്കാം. പിന്നെ കുറച്ച് പയറുണ്ട്, ഒരു 5 പയർ മതി നമുക്ക് ടേസ്റ്റായിട്ട് വിഴുക്ക് വരട്ടിയോ തോരനോ എല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പയറാണ് നമ്മൾ മീറ്റർ പയർ. അപ്പോൾ ഇതിപ്പോൾ 3 പയർ തന്നെ എനിക്ക് കിട്ടിയത് നല്ല രീതിക്ക്. എന്നാലും ഒരു ചെറിയ കുടുംബത്തിന്
ഒരു വിഴുക്കുവരട്ടി വയ്ക്കാൻ ഇതൊക്കെ ധാരാളമാണ്. പിന്നെ ഈ ഉണങ്ങിയ പയറുകളെല്ലാം അടുത്ത തോട്ടം ഉണ്ടാക്കാനും ഉപകാരപ്രദമായ ഒന്നുകൂടിയാണ്. അങ്ങനെ ഒരു യൂസ്ഫുള്ളായ വീഡിയോയാണ് എൻ്റെ ടെറസിലെ മീറ്റർ പയർ കൃഷി. തക്കാളിയാണ് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിരുന്ന തക്കാളികളാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിക്ക് വിളവ് തന്നിട്ട് അവരെല്ലാവരും ബൈ ബൈ പറയാറായി. എന്നാലും തക്കാളികൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിക്ക് വിളവ് തന്നു. കാരണം എപ്പോഴും നമ്മൾ ടെറസിൽ ഞാൻ കൃഷി ചെയ്തതെന്ന് തന്നെ എനിക്ക് വൻ വിജയമെന്ന് തോന്നുന്നത്. കാരണം പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ ഇത്രത്തോളം സക്സസ് അല്ല. കാരണം സൺലൈറ്റൊക്കെ നല്ല രീതിക്ക് അടിക്കുന്നില്ല. സൂര്യപ്രകാശത്തിൻ്റെ ഇത് അവിടെ ഇത്രത്തോളം ഈ പ്ലാന്റിന് കിട്ടുന്നില്ല എന്നതാണ് സത്യം. വളരുന്നുണ്ട്, എന്നാലും ഇത്രത്തോളം വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എല്ലാ പ്ലാന്റും കൂടെ എനിക്കിങ്ങനെ ടെറസിലിപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പുറത്ത് മാറ്റാൻ കാരണം. അപ്പം നമുക്ക് ഈ തക്കാളിയെ കൂടെ വിളവെടുത്ത് പോകാം. ഇത് എൻ്റെ തക്കാളികളെല്ലാം നല്ല രീതിക്ക് തന്നെ പഴുത്ത് നല്ല രീതിക്ക് എനിക്ക് വിളവ് തന്ന തക്കാളിയാണ്. എല്ലാവരും ഇതുപോലെ തക്കാളിയും നട്ടുപിടിപ്പിക്കുക. തക്കാളിയിൽ നല്ല റേറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇതുപോലെ 5 ചുവടെങ്കിലും എല്ലാവരും അവരവരുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. നമ്മളെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് നല്ല രീതിക്ക് നമുക്ക് തന്നെ വിളവെടുക്കാം. വലിയ രീതിക്ക് കിട്ടിയില്ലെങ്കിലും നമ്മളെ ആവശ്യത്തിന് ഇതൊക്കെ ധാരാളമാണ്. നമുക്ക് നല്ല രീതിക്ക് ഇവിടെയുണ്ട് തക്കാളി എല്ലാം നല്ല രീതിക്ക് പഴുത്ത് കിട്ടും. ഇനിയിപ്പോൾ ടെറസിൽ വിട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ കണ്ട ഞാൻ വിളവെടുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണ്. ഒത്തിരി വലുതൊന്നുമില്ല, നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിരുന്ന പ്ലാന്റാണ്. അതൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. പക്ഷേ നമ്മൾ ആവശ്യത്തിനുള്ള ഫ്രഷ് ആയിട്ടുള്ള തക്കാളി നമ്മളെ ടെറസിൽ നിന്ന് തന്നെ പറിച്ചെടുത്തു. കൂടാതെ നല്ല രീതിക്കുള്ള നമുക്ക് അടുത്ത് ഒരു മീറ്റർ പയർ തോട്ടം ഉണ്ടാക്കിയെടുക്കാനുള്ള വിത്തുകൾ കിട്ടി. പിന്നെ കുറച്ച് മീറ്റർ പയറും കിട്ടി. പറമ്പിൽ കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിരുന്ന പടവലങ്ങ ഉണ്ടല്ലോ, നമുക്ക് അതുകൂടെ വിളവെടുത്തിട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു പടവലം ചെടിയാണ്. അപ്പോൾ 3-4 കായ്കൾ പിടിച്ചു. അത് മഴയൊക്കെ തുടങ്ങിയതിൽ വേഗം തന്നെ അത് ചീഞ്ഞു പോയി. മഴ കാരണം ചീഞ്ഞു പോയി. അപ്പോൾ ബാക്കി നിൽക്കുന്നതിനെ കൂടെ നമുക്ക് വിളവെടുക്കാം. ഒരെണ്ണം നല്ല രീതിക്ക് പഴുത്തു. അതിനിപ്പോൾ അടുത്ത പടവലം തോട്ടം ചെയ്യാനായിട്ട് നമുക്ക് വിത്തിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനെ വിളവെടുക്കാം. രണ്ട് ഫ്രഷ് പടവലങ്ങ കിട്ടി. ചെറിയ നല്ല രീതിക്ക് പഴുത്തു പോകും. നമുക്കിത് വിത്തിന് വേണ്ടി അപ്പോൾ ഇനി 2 വാഴപ്പയറുണ്ട്. രണ്ട് വാളരിപ്പയറുണ്ട്. അതുകൂടെ ഒത്തിരി ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ നമുക്കും നമ്മളെ വീട്ടിലെ ചെറിയ ചെറിയ കറിയൊക്കെ നമ്മൾ ഈ കൃഷിയിലെ പച്ചക്കറി കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ വിളവെടുത്ത പടവലങ്ങ, വാളരിപ്പയർ, പിന്നെ മീറ്റർ പയർ, പിന്നെ കുറച്ച് തക്കാളിയെല്ലാം ചെറുതാണ്. കാരണം 2-3 വിളവെടുപ്പ് കഴിഞ്ഞതാണ്. എന്നാലും തരക്കേടില്ലാത്ത വിളവെടുപ്പ് കിട്ടി. ഇപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ പറമ്പിൽ ഞാൻ ചേഞ്ച് ചെയ്ത ഇത് എൻ്റെ ഒരു കൊത്തമരയാണ്. ഇതെൻ്റെ ഒരു ബജ്ജി മുളകാണ്. ഇതാ ബജ്ജി മുളക് ഇപ്പോൾ കായ്കളൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ബജ്ജി മുളക്. ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷി തന്നെ, അല്ല വലുതായിട്ടൊന്നുമില്ല. നമ്മളെ ആവശ്യത്തിന് എന്തെങ്കിലും ഇതുപോലെ നട്ടുപിടിപ്പിച്ച ഒരു ദിവസത്തുള്ള തോരനോ വീക്ക് വരട്ടിക്കോ ഉള്ള കറികൾ നമ്മളെ പറമ്പിൽ നമുക്കെടുക്കാം. ഇതെൻ്റെ കത്തിരിയാണ്. കത്തിരിക്കൊക്കെ നല്ല രീതിക്കുള്ള അസുഖങ്ങൾ ബാധിച്ച് ഇതായില്ല, എന്നാലും ചെറിയ ചെറിയ കായ്കളൊക്കെ പിടിക്കണുണ്ട്. ആനക്കൊമ്പം എൻ്റെയാണ്. ഇതിനെ കൂടെ എടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എടുക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അടുത്ത് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ.